വോയിസ് മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്നത്, വീഡിയോകൾ, ഓരോരുത്തരും പരസ്പരം കുറ്റം പറയുന്നത് ഞാൻ ഇങ്ങനെ കാണുന്നു. ഹാത്തിമുൽ അസ്സം പറയാ, ശിഷ്യൻ പറയാം, ശൈഖനോട് പഠിച്ച 8 കാര്യത്തിൽ 5-ാമത്തേത് പറയാൻ പോവാണ്. ചില ആളുകൾ ചിലരെ ശപിക്കുന്നുണ്ട്, ലഅനത്ത് ചെയ്യുന്നുണ്ട്, നശിക്കട്ടെ എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, നാശം എന്ന് പറഞ്ഞു വിടുന്നുണ്ട്, കുരുത്തക്കേട്, അവരെ നശിച്ചവരാണെന്ന് പറയുന്നുണ്ട്, അവരെ നാശത്തിലേക്കാണെന്ന് പറയുന്നുണ്ട്. പരസ്പരം പറയുന്നവർ, ഉമ്മമാര് മക്കളോട്, മക്കൾ ഉമ്മയോട്, ജേഷ്ഠൻ അനുജനോട്, അനുജൻ തന്റെ കൂട്ടുകാരനോട്, ഓരോരുത്തർ കുടുംബങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പഴിചാരലും ദേഷ്യപ്പെടലും അസൂയപ്പെടലൊക്കെ കാണുമ്പോൾ ഞാനൊന്ന് മനസ്സിലാക്കി, ഇതിന്റെയൊക്കെ അടിസ്ഥാന വിഷയം അസൂയയാണ്. അൽ ഹസദു, അസൂയയാണ്. ثم نظرت الى قوله تعالى, അങ്ങനെയാണ് സൂറത്ത് സുഹ്റുഫിൽ അല്ലാഹു പറയുന്ന ആയത്ത് ഞാൻ ശ്രദ്ധിച്ചത്. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. എന്തിനെ മനുഷ്യൻ അസൂയപ്പെടണം, എന്തിനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്ത പറയണം? നഹ്നു ഖസംനാ ബഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ഒരാൾക്ക് ഈ ലോകത്ത് എത്രയാണോ വരുമാനം കിട്ടേണ്ടതെന്ന് നാം തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയാം, അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ എത്ര വലിയ ബിസിനസ് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. എന്ത് ചെറുത് തുടങ്ങിക്കോ, അല്ലാഹു വിജയിപ്പിക്കട്ടെ. കിട്ടുന്ന ലാഭം അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണ്. നഷ്ടാണെങ്കിൽ നഷ്ടം, ലാഭമാണെങ്കിൽ ലാഭം. എത്രയാണ് എന്റെ വരുമാനമെന്ന് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. അതിലൊരു മാറ്റം വരാൻ പോണില്ല. പിന്നെ എന്തിന് അസൂയപ്പെടണം ആളുകൾ? എന്തിന് പരസ്പരം പഴിചാരണം? എന്തിന് പരസ്പരം അസൂയ വെക്കണം? അസൂയ മുഅ്മിന് പാടില്ലല്ലോ. അസൂയ എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കൊടുത്തത് എനിക്ക് ഇഷ്ടമായില്ല, അള്ളാഹു അവൾക്ക് കൊടുത്തത്, ഒരു പെണ്ണിന് തോന്നുന്നു അവൾക്ക് കൊടുത്തത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അവൾക്ക് ഉണ്ടാവാൻ പാടില്ല, എനിക്ക് വേണം എന്ന് പെണ്ണ് ചിന്തിക്കുന്നവരുടെ അസൂയയാണ്. ഒരു പുരുഷൻ, അള്ളാഹു അവൻ ആ കൊടുത്ത് എനിക്ക് ഇഷ്ടമായിട്ടില്ല, അള്ളാഹുവിന്റെ ഓഹരി നമുക്ക് ഇഷ്ടമായില്ല എന്നോ, പിന്നെ ആരുടെ ഓഹരി ഇഷ്ടപ്പെടുക? അള്ളാഹു കൊടുത്തതല്ലേ, ആയിക്കോട്ടെ. നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ. ആ ആയത്ത് ഞാൻ കണ്ടപ്പോൾ തറക്തുൽ ഹസദ, ഞാൻ അസൂയയെല്ലാം മാറ്റിവെച്ചു. വജ്തനബതുൽ ഖൽഖ വഅലിംതു അന്നൽ ഖിസ്മത മിൻ ഇൻദില്ലാഹ്. എനിക്ക് എന്താണോ ലഭിക്കുന്നത് ഇത് അല്ലാഹു തീരുമാനിച്ചു വെച്ചതാണെന്ന് ഞാൻ ഉറപ്പിച്ചു. നമ്മുടെ ആകെ ടെൻഷൻ അതല്ലേ, മക്കള് വലുതാകുമ്പോ ഇനി എന്താ ഇവരിപ്പോ എങ്ങനെ കെട്ടിക്കുക പടച്ചോനെ. ചില ജ്വല്ലറിക്കാരൊക്കെ പെൺകുട്ടി ജനിക്കുമ്പോഴേക്കും ചില ട്രഷർ, ചില പോളിസികളൊക്കെ തുടങ്ങുകയാണ്. കല്യാണം ആകുമ്പോഴേക്കും കുറച്ച് കോയിനൊക്കെ ആയി വരുന്നു. സുബ്ഹാനല്ലാഹ്. ചെറിയ പച്ചപ്പാവ കുഞ്ഞിനെ നോക്കിയിട്ട് ഈ കുഞ്ഞിനിക്കൊരു ഭാരമായല്ലോ എന്ന് മാതാപിതാക്കളെ ചിന്തിപ്പിക്കുന്ന പോളിസി അല്ല ഇതിൻ്റെ അർത്ഥം? അള്ളാഹുവിൻ്റെ മഈശത്താണ്. ഞാൻ എന്തിനെ കുട്ടികളെ കുറിച്ച് ടെൻഷൻ അടിക്കണം? നഹ്നു ഖസംനാ ബൈനഹും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു മക്കയിലെ പള്ളിയിൽ ഹജ്ജിന്റെ സമയത്ത് ഇങ്ങനെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ജോർഡാനിൽ നിന്ന് വന്നൊരു അറാബിയായ മനുഷ്യൻ, ആൾക്കറിയില്ല ആരാണ് ഈ ക്ലാസ് എടുക്കുന്നതെന്ന്. ആരോ പറഞ്ഞു സ്വഹാബിയാണ്, വലിയൊരു ആലിമാണ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ചോദിച്ചു, യാ ഹാദാ, വലിയ ശൈഖനെ വിളിക്കുകയാണ്, യാ ഹാദാ, പേര് മറന്നുപോയി എപ്പോഴേക്കും. യാ ഹാദാ അല്ലിംനി മിമ്മാ അല്ലമകല്ലാഹ്, അല്ലാഹു നിങ്ങളെ പഠിപ്പിച്ചത് എന്തെങ്കിലും എനിക്കൊന്ന് പറഞ്ഞുതാ. ആനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പരിശുദ്ധ ഖുർആൻ എടുത്തിട്ട് ഇങ്ങനെ സൂറത്തു ദാരിയാത്തിന്റെ ചില ഭാഗങ്ങൾ ഓതി കൊടുത്തു. വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ. വഫിസ് സമാഇ, ആകാശലോകത്തുണ്ട് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. റിസ്ഖുകും, നിങ്ങൾക്ക് എന്താണ് കിട്ടേണ്ടത് എന്ന് അള്ളാഹുവിന്റെ മലക്കുകൾ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. വമാ തുഅദൂൻ, നിങ്ങൾക്ക് കരാർ ചെയ്യപ്പെടുന്ന സംഗതികൾ അള്ളാഹിന്റെ ആകാശലോകത്ത് നിർണയിക്കപ്പെട്ട് കഴിഞ്ഞതാണ്. പിന്നെ ഇയാൾ പറഞ്ഞു, മതി 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 മതി, ഇനി വേറൊന്നും എനിക്ക് കേൾക്കണ്ട, മതി മതി, എന്റെ റിസ്ക് അള്ളാഹു ഏറ്റെടുത്ത്, മതി മതി, അൽഹംദുലില്ലാഹ്, എനിക്ക് വേറൊന്നും പഠിക്കണ്ട, ഞാൻ പോവാൻ. അയാൾ എഴുന്നേറ്റ് പോയി. പിറ്റത്തെ വർഷം ഹജ്ജിന് വന്നു. അപ്പോഴും കണ്ടു ഇങ്ങനൊരു എൽമിന്റെ സദസ്സ്. ഇപ്പൊ ചോദിച്ചു, ആരാ അത്? ഇബ്നു അബ്ബാസ് എന്താ ഇവിടെ ദർസാ, എനിക്ക് പോയി ഇരിക്കാൻ പറ്റുമോ? പറ്റും. ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം. ഇബ്നു അബ്ബാസ്, നിങ്ങൾക്ക് എന്നെ ഓർമ്മ ഉണ്ടോ എന്ന് ചോദിച്ചു. ഓർമ്മ കാണുന്നില്ലല്ലോ. അന്ന് കഴിഞ്ഞ വർഷം ഞാൻ വന്നപ്പോ നിങ്ങളൊരു മസ്അല ചോദിച്ചു, നിങ്ങൾ എനിക്കൊരു ആയത്ത് പറഞ്ഞു തന്നിട്ടുണ്ട്. വഫിസ് സമാഇ റിസ്ഖുകും വമാ തുഅദൂൻ,
ആകാശ ലോകത്ത് അല്ലാഹു തീരുമാനിച്ചു വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഭംഗി എത്രയാണ്, നിങ്ങളുടെ വരുമാനം എത്രയാണ്, നിങ്ങളുടെ മക്കൾ എത്രയാ, നിങ്ങളുടെ ആരോഗ്യം എത്രയാ, ആയുസ് എത്രയാ, ഇതൊക്കെ അല്ലാഹു തീരുമാനിച്ചതാണ്. ഓർമ്മയുണ്ട്. വേറെന്തെങ്കിലും പഠിപ്പിച്ചു തരുമോ? എന്തെങ്കിലും ഒന്ന് പഠിപ്പിച്ചു തരുമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ആയത്തിന്റെ ബാക്കി ഇങ്ങോട്ട് ഓതി കൊടുത്തു. പിറ്റത്തെ വർഷം وفي السماء رزقكم وما توعدون فورب السماء والأرض إنه لحق مثل ما أنكم تنطقون فورب السماء والأرض ആകാശ ഭൂമികളുടെ റബ്ബിനെ തന്നെയാണ് സത്യം. ഇന്നഹു ലഹഖ്, ഈ പറഞ്ഞത് ഹക്കാണ്. മിസ്ലമാ അന്നകും തൻതിഖൂൻ, നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഉറപ്പുള്ള വിഷയമല്ലേ? നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ സംസാരിക്കുന്നുണ്ടെന്ന്? അതിൽ സംശയവുമുണ്ടോ? ഇല്ല. അതുപോലെ ആകാശ ലോകത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം. നിങ്ങളുടെ റിസ്ക് അല്ലാഹു രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അറാബി പറഞ്ഞു, ഇതിനൊക്കെ എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? എനിക്ക് മനസ്സിലായി, ഞാൻ പോവാണ്. ഇതിനൊക്കെ എത്ര സത്യം, അല്ല അത് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയത്. ഇതിന് എത്ര സത്യം ചെയ്ത് പറയേണ്ട കാര്യമുണ്ടോ? ആകാശ ഭൂമിയുടെ റബ്ബിനെ തന്നെയാണ് സത്യം. എനിക്കത് ഉറപ്പാണല്ലോ, ഇനി എന്തിനാ അല്ലാഹു ഇങ്ങനെയൊക്കെ സത്യം ചെയ്തതാവോ എന്ന് പറഞ്ഞ് ഇയാൾ എഴുന്നേറ്റ് പോയി. സുബ്ഹാനല്ലാഹ്. ഇബ്നു അബ്ബാസ് തങ്ങൾ പറഞ്ഞു, ഫഖുഹൽ അറാബി, അറാബിക്ക് ദീൻ മനസ്സിലായിട്ടുണ്ടെന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല. നമുക്ക് മനസ്സിലായിട്ടില്ല. നമ്മൾ ടെൻഷൻ അടിക്കുകയാണ്. പടച്ചോനെ ജോലി കിട്ടുമോ, വിസ പോയി അടുത്തത് കിട്ടുമോ, പടച്ച തമ്പുരാനെ എന്താണ് കച്ചവടം മോശത്തിലാണ്, ഇത് ശരിയായി വരുമോ, അല്ലാഹുവേ എന്തായിരിക്കും എൻ്റെ നാളെ, എൻ്റെ വീട് പണി തീരോ, എൻ്റെ മക്കളെ കെട്ടിക്കാൻ പറ്റുമോ, എനിക്ക് കച്ചവടം ഉണ്ടോ, ജോലി ഉണ്ടോ, ടെൻഷൻ അടിക്കുകയാണ്. ഹാത്തിമുൽ അസ്മ പറഞ്ഞു, ഞാൻ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നഹ്നു ഖസംനാ ബൈനഹും മഈശതഹും ഫിൽ ഹയാത്തിദ് ദുനിയാ, അല്ലാഹു തീരുമാനിച്ചു വെച്ച വിഷയമാണ് റിസ്കെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ അതിനെ സംബന്ധിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് അസൂയ എൻ്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റിവെച്ചു. മഹാനായ ശഖീഖുൽ ബൽഖി തന്റെ അരുമ ശിഷ്യനോട് ചോദിച്ചു, പഠിച്ചെടുത്ത 8 എണ്ണത്തിൽ ഇനി 3 എണ്ണം കൂടെ ബാക്കിയുണ്ട്, 6ഉം 7ഉം 8ഉം കൂടെ പറഞ്ഞു തരണം. അമ്മസ്സാദിസ, 6ാമത്തേത് ഞാൻ പഠിച്ചെടുത്തത്. ഇത് ഒരു മുസ്ലിമിന് ജീവിതകാലം മുഴുവൻ ഖുർആൻ ഓതിയാൽ മനസ്സിലാക്കിയെടുക്കുന്ന സത്തകളാണ്. ഇത് ജീവിതം ശരിപ്പെടുത്തിയെടുക്കാനും സന്തോഷം ലഭിക്കാനും ഈ 8 ഗുണങ്ങൾക്കപ്പുറം പിന്നെ വേണ്ട. 6ാമത്തേത് നദർതു ഇലൽ ഖൽഖി, ഞാൻ മനുഷ്യരിലേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചില ആളുകൾ ചില ആളുകളെ ആക്രമിക്കുന്നുണ്ട്, ബഗി, അക്രമം ചെയ്യുന്നുണ്ട്. അത് ഇമോഷണൽ ബുള്ളിയിങ്, ഫിസിക്കൽ ബുള്ളിയിങ്, കൾച്ചറൽ ബുള്ളിയിങ്, ഇങ്ങനെ മനുഷ്യൻ അങ്ങോട്ടും ഇങ്ങോട്ടും ബുള്ളി, മനുഷ്യനെ വെല്ലുവിളിച്ചുകൊണ്ടും മനുഷ്യനെ പ്രയാസപ്പെടുത്തിയും ജീവിക്കുന്നുണ്ട്. യബ്ഗി ബഅദുഹും അലാ ബഅദിൻ വയുഖാതിലു ബഅദുഹും ബഅദാ, ചിലർ ചിലരോട് യുദ്ധം പോലും ചെയ്യുന്നുണ്ട്. റജഅതു ഇലാ ഖൗലിഹി തആല, മനുഷ്യന്മാരുടെ മനസ്സുകൾക്കിടയിൽ ശത്രുത കാണുന്നുണ്ട്. അങ്ങനെയാണല്ലോ ശത്രുക്കൾ. ശത്രുത ഭയങ്കര അസുഖമാണ്. ചില ആളുകൾക്ക് അങ്ങനെ ഒരു അസുഖം തന്നെ ഹൃദയത്തിലേക്ക് വന്നിട്ടുണ്ടാവും. ബാക്കിയുള്ളവരൊക്കെ നമ്മൾ ശത്രുക്കളാ, നമ്മൾ മാത്രം സ്വന്തക്കാർ, ബാക്കിയൊക്കെ ശത്രുക്കൾ. അങ്ങനല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിൽ വിശ്വസിക്കുന്ന സർവ്വ മനുഷ്യരും ഒന്നാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് ദീൻ. അതല്ലേ ദീനിന്റെ ആശയം. ശത്രുത അങ്ങേയറ്റത്തെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകും. സമൂഹത്തിൽ ചിന്തിക്കുന്ന ഒരു സമൂഹത്തിലാണ് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവുക. ഇന്റലക്ച്വൽ എക്സർസൈസ്, ബുദ്ധിപരമായ അഭ്യാസങ്ങൾ നടത്തുന്ന, ബുദ്ധിപരമായ ചർച്ചകൾ നടക്കുന്ന സമൂഹത്തിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും. അതിന്റെ പേരിലൊക്കെ ശത്രുക്കളായി തമ്മിൽ തല്ലി മരിക്കാനാണോ? നദർതു ഇലാ ഖൽഖില്ലാഹ്, സൃഷ്ടികളിലേക്ക് ഞാൻ നോക്കുമ്പോൾ യബ്ഗി ബഅദുഹും അലാ ബഅദിൻ, ചിലർ ചിലരെ ആക്രമിക്കുന്നുണ്ട്. വയുഖാതിലു ബഅദുഹും ബഅദാ, ചിലർ ചിലരോട് യുദ്ധം ചെയ്യുന്നതും ഞാൻ കണ്ടു. ഹാത്തിമുൽ അസ്മ ശിഷ്യൻ തന്റെ ഗുരുവിനോട് ശഖീഖുൽ ബൽഖിയോട് പറഞ്ഞു കൊടുക്കുന്നു. ഫറജഅതു ഇലാ ഖൗലിഹി തആല, ഞാൻ അന്നേരം അല്ലാഹുവിന്റെ വചനം ഒന്ന് ആലോചിച്ചു പോയി. ഇന്നശ്ശൈത്വാന ലകും അദുവ്വൻ ഫത്തഖിദൂഹു അദുവ്വാ, സൂറത്തു ഫാത്തിർ.
ഇന്ന ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. നിങ്ങളുടെ മനസ്സുകൾക്കിടയിൽ ശത്രുതയുണ്ടാക്കാൻ പിശാച് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോ ശത്രുത പിശാചിന്റേതാണ്. ശത്രുതയുണ്ടാക്കുന്നത് പിശാചാണ്. ശത്രുതയുണ്ടാവാൻ വേണ്ടി പ്രസംഗിക്കുന്നതും പിശാചിന്റെ പണിയാണ്. ശത്രുതയുണ്ടാക്കുന്ന പോസ്റ്റുകൾ, കമന്റുകൾ എഴുതി വിടുന്നതും പിശാചിന്റെ പണിയാണ്. മനുഷ്യനെ തമ്മിലടിക്കുന്ന ചിന്തകൾ ഉണ്ടാക്കുന്നതും പിശാചാണ്. അതുകൊണ്ട് ശത്രുത വരുത്തുന്ന പിശാചിനെ നിങ്ങൾ ശത്രുവായി തന്നെ ഗണിക്കണേ എന്ന അള്ളാഹുവിന്റെ സൂറത്തു ഫാത്തിറിന്റെ ആയത്ത് ഞാൻ ഇങ്ങനെ പരിശോധിച്ചു നോക്കുമ്പോൾ ഞാൻ പിശാചിനോട് യുദ്ധം ചെയ്യാൻ തുടങ്ങി. എന്റെ ശത്രുത പിശാചിനോട് മാത്രം. ശത്രുത വെക്കുന്ന ആളുകളോട് അവർ പിശാചിനാൽ പ്രേരിതരാണെന്ന് ഞാൻ മനസ്സിലാക്കി. അതുകൊണ്ട് ശത്രുതക്ക് ഞാൻ നിന്നുകൊടുത്തില്ല, ശത്രുതയുണ്ടാക്കാൻ നിന്നുകൊടുത്തില്ല, സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ നിന്നുകൊടുത്തില്ല. ഈ സമൂഹത്തിന്റെ വാക്കുകളെ ഭിന്നിപ്പിക്കാനോ ഈ സമൂഹത്തിന്റെ ശബ്ദം ഭിന്നിപ്പിക്കാനോ ഞാൻ കൂട്ടുനിന്നില്ല. ആറ്റിമുല്ല സ്വമ്മ് റളിയല്ലാഹു അൻഹു ഷഖീഖുൽ ബൽഖിയോട് പറയുന്നു, സമൂഹത്തിൽ ശത്രുതയല്ലല്ലോ വേണ്ടത്, ശത്രുത പിശാച് തന്നെ ചെയ്യുന്നില്ലേ? ഫത്തഖിദൂഹു അദുവ്വാ ഇന്ന ശൈത്വാന ലകും അദുവ്വുൻ ഫത്തഖിദൂഹു അദുവ്വാ. മനുഷ്യരെ ശത്രുവായി കാണല്ലേ, മനുഷ്യരെ ശത്രുവായി കാണല്ലേ. പിശാചാണ് ശത്രു. അതുകൊണ്ട് ശത്രുത പിശാചിന്റേതാണ്. പിശാചാണ് നമ്മുടെ ശത്രു. അതുകൊണ്ട് ഞാൻ മനുഷ്യരിൽ ആരോടും ദേഷ്യപ്പെടാൻ പോയില്ല, മനുഷ്യരിൽ ആരോടും ഞാൻ ശത്രുത വെക്കാൻ പോയില്ല. മനസ്സ് ശുദ്ധമാക്കി. മനസ്സ് ശുദ്ധം വലിയ വിഷയമാണ്, വലിയ വിഷയമാണ്. അത് പണ്ഡിതന്മാര് മുതൽ മുതഅല്ലിമീങ്ങൾ മുതൽ സാധാരണക്കാര് മുതൽ ഇങ്ങോട്ട് ഹൃദയത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന കുറെ അഴുക്കുകൾ ശുദ്ധിയാക്കി എടുക്കാനുണ്ട്. അഴുക്കുണ്ടെന്ന് മുഖം പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് കർമ്മങ്ങൾ പറയുന്നുണ്ട്, അഴുക്കുകളുണ്ടെന്ന് വാക്കുകൾ എന്ന് മനസ്സിലാവുന്നുണ്ട്, അഴുക്ക് ഹൃദയത്തിലുണ്ടെന്ന് പദപ്രയോഗങ്ങൾ എന്ന് മനസ്സിലാവുന്നുണ്ട്. ഇന്ന ശൈത്വാന ലകും അദു. അതുകൊണ്ട് കുടുംബത്തിൽ ശത്രുതയുണ്ടാവല്ലേ, ബന്ധുക്കളിൽ ശത്രുതയുണ്ടാവല്ലേ, സുഹൃത്തുക്കളിൽ സമൂഹത്തിൽ ശത്രുതയുണ്ടാവല്ലേ. ഫത്തഖിദൂഹു അദുവ്വാ. പിശാചാണ് ശത്രു, മനുഷ്യരെ ശത്രുവാക്കല്ലേ. മനുഷ്യര് മിത്രങ്ങളാണ്. നന്മ ഉപദേശിക്കുകയും നന്മ പറഞ്ഞു കൊടുക്കുകയും ചെയ്ത് ജീവിക്കേണ്ടവർ. അതുകൊണ്ട് ഷഖീഖുൽ ബൽഖി ജീവിതത്തിൽ എനിക്ക് ഒരു ശത്രുവേ ഉണ്ടായിട്ടുള്ളൂ, അത് പിശാചായിരുന്നു. മനുഷ്യരോട് ഞാൻ ശത്രുത വെച്ചിട്ടില്ല. കാരണം എന്താ അറിയോ? പിശാച് നിങ്ങളുടെ ശത്രുവാണ്. അതുകൊണ്ട് പിശാചിനെ ശത്രുവായി പ്രഖ്യാപിച്ചോളൂ. അതുകൊണ്ട് ഉമ്മമാരെ, നാവുകളിൽ നിന്ന് ഒരു അന്യ സഹോദരിയെ, ഒരു സഹോദരനെ, ഒരു ബന്ധുവിനെ, തന്റെ മിത്രത്തെ വേദനിപ്പിക്കുന്ന വാക്കുകൾ നാവുകൊണ്ട് പറയല്ലേ. ഒരാൾക്ക് വേദന തോന്നുന്ന വാക്ക് പറയല്ലേ. എങ്ങനെ അറിയാം? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വിഷമുണ്ടാകുമോ? ആ വാക്ക് എന്നോടൊരാൾ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമോ? എങ്കിൽ ഞാനത് മറ്റൊരാളോട് പറയാൻ പാടില്ല. വീടുകളിൽ അച്ചടക്കത്തോടുകൂടെ സ്നേഹത്തോടുകൂടെ ജീവിക്കേണ്ടവർ, ഭർത്താവിനെ സ്നേഹിച്ചു കഴിയേണ്ട ഭാര്യമാർ, ഭാര്യമാരെ സംരക്ഷിച്ചു കഴിയേണ്ട ഭർത്താക്കന്മാർ, സ്നേഹം അതുപോലെ ബഹുമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറേണ്ട കുടുംബ ബന്ധങ്ങൾ ശിഥിലമായി പോവല്ലേ. വാക്കുകളെ കൊണ്ട് ഫിത്ന ഉണ്ടാവല്ലേ, ഫസാദുകൾ ഉണ്ടാവല്ലേ. ഫിത്നകളും ഫസാദുകളും വരല്ലേ. ഫിത്നകളും ഫസാദുകളും ഉണ്ടാക്കല്ലേ. എളുപ്പമാണ് ഫിത്ന ഉണ്ടാക്കാൻ, എത്ര എളുപ്പമാണ്. അതിന് വലിയ പണിയുണ്ടോ? ഫിത്ന ഉണ്ടാക്കാൻ എത്ര എളുപ്പമാണ്, തീർക്കാൻ എളുപ്പമാണോ? ഭിന്നിപ്പുണ്ടായതൊക്കെ ഒരിക്കൽ പോലും തീർക്കാൻ കഴിയാതെ ഇന്നും കുഴങ്ങുന്നില്ലേ നമ്മുടെ സമൂഹം? ഭിന്നിപ്പുണ്ടാകാൻ എളുപ്പമാണ്, ഉണ്ടാക്കിയ ആളുകൾക്ക് അത് എളുപ്പമാണ്. പക്ഷേ അത് തിരുത്താൻ ഒരുപാട് കാലമെടുക്കും, ഒരുപാട് ഇതിന് നഷ്ടം സഹിക്കേണ്ടി വരും. ഈ സമൂഹം നഷ്ടം സഹിച്ചില്ലേ, സഹിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതുകൊണ്ട് ലാ തആദു, നിങ്ങൾ പരസ്പരം ശത്രുത വെക്കല്ലിൻ. വലാ തബാഗദു, നിങ്ങൾ പരസ്പരം ദേഷ്യപ്പെടല്ലിൻ. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണെന്നറിയോ? ഹൃദയം ശുദ്ധിയാകും. അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ. എത്രയോ വാക്കുകളുണ്ട്. ഇന്നൽ മർഅ ലയതകല്ലമു
മിൻ സഖത്തില്ലാഹ് ലാ യുൽഖി ലഹാ ബാലാ. എത്രയോ ആളുകളുണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് ഇങ്ങനെ പറയും, ലാ യുൽഖി ലഹാ ബാലൻ, നെവർ മൈൻഡ്, അല്ലേ, മൈൻഡ് പോലും ചെയ്യാതെ ചില വാക്ക് ഇങ്ങനെ ചില ആളുകൾ ഇങ്ങനെ പറയും. ലാ യുൽഖി ലഹാ ബാല, അതിലെന്താ, അതിൽ വലിയ പ്രശ്നമൊന്നും ഇല്ലല്ലോ എന്ന് പറയും. യഹ്വി ബിഹാ 70 ഖരീഫൻ ഫീ നാരി ജഹന്നം. പറഞ്ഞു പോയൊരു വാക്കുകൊണ്ട് നരകത്തിലേക്ക് 70ഓളം വർഷം അതിന്റെ ആഴത്തിലേക്ക് വീണുകൊണ്ടിരിക്കും. ചില പ്രയാസപ്പെടുത്തുന്ന വാക്കുകൾ, അല്ലാഹുവിന് ഇഷ്ടമില്ലാത്ത വാക്കുകൾ, അല്ലാഹു വെറുക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ നരകത്തിലേക്ക് 70ഓളം വർഷം ആഴത്തിൽ വീഴുമാർ അല്ലാഹു നരകത്തിലേക്ക് അവരെ ആപ്പതിക്കുമെന്ന് പരിശുദ്ധ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എപ്പോഴും ശ്രദ്ധിക്കുക, ഞാൻ ഈ പറയുന്ന വാക്ക് എങ്ങനെയാണ്. മുനാഫിഖിനെ സംബന്ധിച്ച് നബി തങ്ങൾ പറഞ്ഞു, ഖൽബുഹു വറാഅ ലിസാനിഹി, മുനാഫിഖിന്റെ ഹൃദയം നാവിന്റെ ബാക്കിലാണ്, മുഅ്മിന്റെ ഹൃദയം നാവിന്റെ മുമ്പിലാണ്. നാവ് കൊണ്ട് പറയുന്നതിന്റെ മുമ്പ് ആലോചിക്കും, ഞാൻ ഈ പറയുന്നത് ശരിയാണോ അല്ലയോ. അതാ മുഅ്മിന്റെ. മറ്റേത് ആദ്യം കൂടെ പറയും, പിന്നെ 10 സമയം വിളിച്ചിട്ട് പറയും ഞാൻ ആ പറഞ്ഞതിന്റെ ഉദ്ദേശം ഇന്നതാണ്. അതല്ലല്ല, മുഅ്മിൻ അങ്ങനെയല്ല. ആദ്യം ചിന്തിച്ചിട്ട് പറയും, ആദ്യം ചിന്തിക്ക് എന്നിട്ട് പറയും. അതുകൊണ്ട് സഹോദരന്മാരെ, സഹോദരിമാരെ, എന്താ സ്വന്തം ശരീരത്തോട് വസിയത്ത് ചെയ്യട്ടെ. നമ്മുടെ നാവുകളിൽ നിന്ന് വേദനിപ്പിക്കുന്ന വാക്കുകൾ വീടുകളിൽ ഉയരല്ലേ. വാപ്പയോട് മക്കളോ, മക്കളോട് വാപ്പയോ പറയല്ലേ. വേദനിപ്പിക്കുന്നതൊന്നും ശത്രുത വരില്ലേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരു മകൻ വാപ്പയെ കുറിച്ച് കംപ്ലൈന്റ് പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? അല്ലാഹുവിന്റെ റസൂലേ, എന്റെ വാപ്പ എന്റെ പൈസയെല്ലാം തട്ടിയെടുത്തു. മക്കളെ കൊള്ളടിക്കുന്ന വാപ്പാരുണ്ടാവും ചിലപ്പോ. മകന്റെ മുതൽ വാപ്പയെടുത്തു. ഇതാ കംപ്ലൈന്റ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കോടതിയിൽ വന്നിരിക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജഡ്ജാണ്, വിധി പറയണം. മസ്അല എന്താണെന്നറിയോ? മകന്റെ ആകെയുള്ള ക്യാപിറ്റൽ, മകന്റെ അടുത്ത് ആകെ 1000 രൂപയുള്ളൂ. ആ 1000 രൂപ വാപ്പെടുത്തു. ഇത് വാപ്പ ചെയ്യാൻ പാടില്ല. മകന് ഒരുപാട് പൈസ ഉണ്ട് ജീവിക്കാൻ, അതിൽ നിന്ന് ഒരൽപ്പം വാപ്പ എടുത്തു. അതിനെ കുറിച്ചാണ് ചർച്ച കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാപ്പയുടെയും മകന്റെയും ഇടയിൽ മസ്ലഹത്ത് ഉണ്ടാക്കുന്നത് കാണണം. ലോകപ്രസിദ്ധമായ ഹദീസല്ലേ ഇത്. എന്താ നബി തങ്ങളുടെ മറുപടി എന്നറിയോ? വാപ്പയെ സംബന്ധിച്ച് പരാതി പറയാൻ വന്ന മകനോട് അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി, മോനെ, അൻത വമാലുക ലി അബീക, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്ക് ഉടമസ്ഥപ്പെട്ടതാണല്ലോ. നീയും നിന്റെ സമ്പത്തും വാപ്പാക്കുള്ളതാണ്. നബി തങ്ങൾ വാപ്പമാരോട് പറഞ്ഞു, വാപ്പമാരെ, മക്കളുടെ സമ്പത്ത് നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യമുള്ളതല്ലാതെ ധൂർത്ത് ചെയ്ത് മക്കളുടെ സമ്പത്ത് നിങ്ങൾ നശിപ്പിക്കരുത് കേട്ടോ. വാപ്പമാരോട്, മക്കളോട് പറയാ, വാപ്പ എടുക്കുന്നതിന് വാപ്പയെ നീ പഴിചാരല്ലേ, വാപ്പയെ കുറ്റപ്പെടുത്തല്ലേ. നിന്റെ ജന്മത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ, അല്ലേ? നിന്റെ അസ്തിത്വത്തിന് കാരണം നിന്റെ വാപ്പയല്ലേ? അതുകൊണ്ട് അൻത വമാലുക, നീയും നിന്റെ സമ്പത്തും ലി അബീക, നിന്റെ വാപ്പാക്കുള്ളതാണ്. നീയും നിന്റെ സമ്പത്തും വാപ്പയുടെ ഉടമസ്ഥതയിലുള്ളതാണല്ലോ. അത് വാപ്പാക്കുള്ളതാണല്ലോ. നമ്മൾ ആധാരത്തൊക്കെ നോക്കുക, അല്ലേ? ആധാരം ആരെ പേരില്ല? എന്തൊരു കാലം. ശർഅ ഒരു ഭാഗത്ത്, നമ്മളൊരു ഭാഗത്ത്. ശർഅ പറയാ, നീയും നിന്റെ വാപ്പയും, നീയും നിന്റെ സമ്പത്തും നിന്റെ വാപ്പാക്കുള്ളത്, നിന്റെ പിതാവിനുള്ളത്. മഹദി ഹിന്ദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളുടെ മുമ്പിൽ പരാതിയുമായി വന്നു. അബൂ സുഫിയാൻ എന്നവരെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച്. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു കാന ശഹീഹൻ, കുറച്ചൊക്കെ പിശുക്കുണ്ടായിരുന്നു എന്നാ. അപ്പൊ ഹിന്ദ് റളിയല്ലാഹു അൻഹ മുസ്ലിമത്താണ്. മഹാനായ ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്തിന്റെ, ഷഹാദത്തിന്റെ ചരിത്രമൊക്കെ അറിയാമല്ലോ. അങ്ങനെ കരൾ കടിച്ചു കീറിയ പെണ്ണായിരുന്നെങ്കിൽ പോലും അല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമ ചൊല്ലാൻ ഭാഗ്യം കൊടുത്തു. മുസ്ലിമത്താണവർ. നബിയേ, ഇന്ന സൗജി അബൂ സുഫിയാൻ, എന്റെ ഭർത്താവ് അബൂ സുഫിയാൻ ബഖീലുൻ, പിശുക്കനാണ്. ലാ യസ്രിഫു അലയ്യ വഅലാ ഔലാദി, എനിക്കോ എന്റെ മക്കൾക്കോ ആവശ്യമായ സമ്പത്ത് എന്റെ ഭർത്താവ് തരുന്നില്ല. നബിയേ, ഞാൻ എന്തു ചെയ്യണം?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിധി കൽപ്പിക്കാൻ പോകുന്നത് ഭർത്താവിന്റെ സമ്മതമില്ലാതെ അര ഫിൽസ് പോലും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ശരീഅത്ത് ഇവിടെ ഇടപെടുകയാണ് ഒരു പെണ്ണിന്റെ വിഷയത്തിൽ. നബി തങ്ങൾ പറഞ്ഞു, ഹിന്ദേ, നിങ്ങൾക്ക് ഖുദീ മിമ്മാലിഹി മാ യക്ഫീകി വഇയാലകി, നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും അത്യാവശ്യമായി വേണ്ടത് എത്രയാണോ അത് മാത്രം നിങ്ങൾക്ക് എടുക്കാം. അതിന്റെ ഭർത്താവിന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യത്തിന് സർവൈവൽ, മിനിമം സർവൈവലിന് എന്തൊക്കെ ആവശ്യമാണോ അതിലേറെ എടുക്കരുത്. ഭർത്താവിന്റെ സമ്മതമില്ലാതെ എടുക്കല്ലേ. ഹുദൈഫ റളിയല്ലാഹു അൻഹു, മഹാനായ അനസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഒരു പെണ്ണ് വന്ന് പറഞ്ഞു, നബിയേ, എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയ ആളാണ്, ദൂരക്ക് എവിടെയോ പോയതാണ്. പോകുമ്പോൾ ഭർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്, പുറത്തു പോകരുത്. ഭർത്താവ് അങ്ങനെ പറഞ്ഞു, വീട് വിട്ട് നീ പോകരുത്. ഇന്ന അബീ, എന്റെ വാപ്പ യുഅകു യാ റസൂലല്ലാഹ്, പനി പിടിച്ച് കിടക്കുകയാണ് നബിയേ, വാപ്പ മരീദാണ്, രോഗിയാണ്. ഞാൻ വാപ്പയെ പോയി അഫ അസൂറഹു, ഞാൻ വാപ്പയെ പോയി ഒന്ന് കാണട്ടെ നബിയേ. പെണ്ണ് ചോദിക്കാം, ഭർത്താവ് എന്താ പറഞ്ഞത്? വീട് വിട്ട് ഇറങ്ങരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണേ, ഇസ്മഈ ഇത്തഖില്ലാഹ വഅതീഇ സൗജകി, ഇത്തഖില്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കിൻ പെണ്ണേ. വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? പോണ്ടാന്ന്. ഒരു ഭർത്താവ് അങ്ങനെ പറയാമായിരുന്നോ? അയാൾ പറഞ്ഞു, എന്ത് ചെയ്യും? അങ്ങനെ പറയരുത്. അത്യാവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, പോവേണ്ട ഘട്ടങ്ങൾ വരുമ്പോ നിനക്ക് പോവേണ്ട ആ സാഹചര്യങ്ങൾ നിനക്ക് പോകാം എന്ന് പറയേണ്ട ഭർത്താവ് അങ്ങനെ പറഞ്ഞില്ല. അയാൾ എന്ത് ചെയ്തു? നീ പുറത്തു പോകരുതെന്ന് പറഞ്ഞു. റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിനെ സൂക്ഷിക്കിൻ മോളെ, നിങ്ങൾ ഭർത്താവ് പറഞ്ഞതനുസരിച്ച് ജീവിക്കിൻ. ആയിക്കോട്ടെ നബിയെ, ഞാൻ പോണില്ല. അതാണ് അന്നത്തെ പെണ്ണുങ്ങള്. നമ്മൾ അപ്പം പറയാം, ആ ഉസ്താദിന്റെ അടുത്ത് പോയ ശരി, നമ്മൾ വേറെ ഫത്ത് വിട്ടു നോക്കാം, വേറെ അടുത്ത് പോവാ അല്ലേ. വാപ്പ മരിച്ചെന്ന വിവരം വന്നു, വാപ്പ മരിച്ചു. ഇതേ പെണ്ണ് ഓടി വന്നു. അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസാണിത്. അവർ വന്ന് പറഞ്ഞു, യാ റസൂലല്ലാഹ്, തുവഫിയ വാലിദി, രോഗമായി കിടന്ന വാപ്പ മരിച്ചു പോയിട്ടുണ്ട് നബിയെ. അഫലാ അഹ്ദുറു ജനാസതഹു, വാപ്പയുടെ ജനാസ ഞാനൊന്ന് കാണാൻ പോകട്ടെയോ? ഭർത്താവ് പറഞ്ഞു, വീട്ടിൽ നിന്ന് ഇറങ്ങരുത്, യാത്ര പോയതാണ്. എന്നാണ് ഭർത്താവ് തിരിച്ചു വരിക എന്നറിയില്ല. വീട്ടിൽ നിന്ന് പുറത്തേക്ക് പോകരുതെന്ന് പറഞ്ഞു. വാപ്പയെ കാണാൻ എനിക്ക് പോകാൻ കൊതിയാകുന്നു, പോകട്ടെയോ നബിയെ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണേ മോളെ, വഅതീഇ സൗജകി, ഭർത്താവിനെ അനുസരിച്ചേക്കണം. കഴിഞ്ഞു. റളീതു ബില്ലാഹി വബിറസൂലിഹി ഖിസ്മതൻ വഹ, ഞാൻ പൊരുത്തപ്പെട്ടു നബിയേ, എനിക്ക് പ്രശ്നമല്ല നബിയേ എന്ന് തിരിച്ചു പോകുന്ന പെണ്ണ്. ഇത് നമ്മളെ നാട്ടിലാണെങ്കിൽ എത്ര വലിയ കുഴപ്പമായിട്ടുണ്ടാവും, എത്ര വലിയ ഫിത്നയായിട്ടുണ്ടാവും. ആയിക്കോട്ടെ നബി, അള്ളാഹിന്റെ നിയമം അതാണോ? ആയിക്കോട്ടെ, എനിക്കത് മതി, ഞാൻ സമ്മതിച്ചു നബിയെ. അള്ളാഹുവിന്റെ നിയമം അതാണോ? എനിക്ക് പൊരുത്തമാണ് നബിയെ. ഇത്തഖില്ലാഹ വഅതീഇ സൗജകി. വേദനിപ്പിക്കുന്ന വാക്കുകൾ പെണ്ണുങ്ങൾ ഭർത്താക്കന്മാരോടും പറയല്ലേ. അയ്യുമംറഅത്തിൻ, പെണ്ണുങ്ങൾക്ക് സ്വർഗത്തിൽ പോകാൻ എത്ര എളുപ്പമാണ്, ആണുങ്ങൾക്ക് അത്ര എളുപ്പമല്ല. അതാ വ്യത്യാസം. ആണും പെണ്ണും ഒന്നാന്ന് പറയാൻ നിൽക്കണ്ടേ. നിങ്ങൾക്ക് കുറെ ആനുകൂല്യങ്ങളുണ്ട്, കുറെ ആനുകൂല്യങ്ങൾ. അതൊന്നും പുരുഷന്മാർക്കില്ല. പുരുഷന്മാർക്ക് ഇസ്ലാമിക ലോകത്തൊരു യുദ്ധം വന്നാൽ യുദ്ധത്തിനിറങ്ങൽ പുരുഷന്റെ ചോയ്സ് അല്ല. പോയേ പറ്റൂ, യുദ്ധത്തിൽ ഇറങ്ങിയേ പറ്റൂ. യുദ്ധം നിർബന്ധമാണ്. ആവശ്യമെങ്കിൽ ജിഹാദിന് പോവേണ്ട ഘട്ടം വന്നാൽ മുസ്ലിമീങ്ങൾ ഇറങ്ങിക്കൊള്ളണം. പെണ്ണുങ്ങൾ പോണോ? വേണ്ട. പുരുഷന്മാർ ജുമുഅ ജമാഅത്തുകളിലേക്ക് എത്തണം. മുഅക്കദും പ്രബലവുമായ അഭിപ്രായം ഉലമാ രേഖപ്പെടുത്തിയത്. ചില ആളുകളൊക്കെ നിർബന്ധം എന്ന് തന്നെ പറഞ്ഞു. പെണ്ണുങ്ങൾക്ക് വേണോ? വേണ്ട. അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ത്യാഗം ചെയ്യണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങളോ? വേണ്ട. ജോലിക്ക് പോണ്ടേ പുരുഷന്മാർ? പെണ്ണുങ്ങൾ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, ഹലാലായൊരു ജോലി അവർക്കുണ്ടോ, അവർക്ക് ഇഷ്ടമാണ്, അവരായിട്ട് പോവാൻ. ഹറാമിന്റെ സാഹചര്യങ്ങളില്ലാത്തൊരു ജോലിയാണ്, അവർക്ക് പോകാം. പുരുഷൻ, നീ പോയേ പറ്റൂ, കുടുംബം പുലർത്തണം, നീ വീട്ടിലിരുന്ന പറ്റില്ല. ജോലി ചെയ്യൽ പുരുഷന് നിർബന്ധം, പെണ്ണിന് നിർബന്ധമില്ല. ഇനി നോക്കുക ഹദീസ്. അയ്യമംറഅത്തിൻ, ഏതെങ്കിലും ഒരു പെണ്ണ്
സ്വല്ലത്ത് ഖംസഹാ 5 നേരം നിസ്കരിക്കുകയും വസ്വാമത് ഷഹ്റഹാ റമളാൻ നോമ്പ് നോൽക്കുകയും. പിന്നെ സകാത്തും ഹജ്ജുണ്ട്, അത് പറഞ്ഞിട്ടില്ല. ഇത് എല്ലാവർക്കും ബാധകമല്ലല്ലോ, മുതലാളിമാർക്കല്ലേ അത് ബാധകമാവൂ. അതുകൊണ്ട് നിസ്കരിക്കുകയും ഇസ്ലാമിന്റെ ആ പ്രാമാണികമായ വിഷയങ്ങൾ ചെയ്തു, നിസ്കാരവും സകാത്തും നോമ്പും ഹജ്ജൊക്കെ. പക്ഷെ ഹദീസിൽ 2 പറഞ്ഞുള്ളൂ, നിസ്കരിച്ചു നോമ്പ് നോച്ചു. പിന്നെ വഅതാഅത സൗജഹാ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും ചെയ്തു. വഅഹ്സനത് ഫർജഹാ വഹഫിളത് ഫർജഹാ അവൾ അവളുടെ ശരീരം സൂക്ഷിക്കുകയും ചെയ്താൽ. അയ്യുമംറഅത്തിൻ ഏതെങ്കിലും പെണ്ണ് സ്വല്ലത്ത് ഖംസഹാ 5 നേരം നിസ്കരിക്കുകയും വസ്വാമത് ഷഹ്റഹാ റമളാൻ നോമ്പ് നോൽക്കുകയും വഅതാഅത് സൗജഹാ തന്റെ ഭർത്താവ് പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കുകയും ചെയ്തു. അവള് പറഞ്ഞായിരിക്കും ഭർത്താവിന്റെ അഭിപ്രായത്തെക്കാളും വലിയ അഭിപ്രായം. ആയിക്കോട്ടെ, അള്ളാഹുവിന്റെ പൊരുത്തം അനുസരണയിലല്ലേ, ഞാൻ അനുസരിച്ചേക്കാം. അതാഅത് സൗജഹാ തന്റെ ഭർത്താവിനെ അനുസരിക്കുകയും വഹഫിളത് ഫർജഹാ അവൾ വ്യഭിചരിക്കാതെ സൂക്ഷിക്കുകയും ചെയ്താൽ ഖീല ലഹാ അവളോട് പറയപ്പെടും ഉദ്ഖുലീ മിൻ അയ്യി അബ്വാബിൽ ജന്നതി ശിഅതി സ്വർഗ്ഗത്തിന്റെ വാതിലുകളിൽ എതിലെ വേണമെങ്കിലും നിനക്ക് കടന്നു പോകാമെന്ന് ഒരു പെണ്ണിനോട് പറയപ്പെടുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുരുഷൻ ഇത് പോരാ, പുരുഷൻ അധ്വാനിക്കണം, അവന് ജോലിക്ക് പോകണം, ജിഹാദ് വേണമെങ്കിൽ പോകേണ്ടി വരും, ജീവൻ കൊടുക്കേണ്ടി വരും. പെണ്ണിനതൊന്നും വേണ്ട, സ്വർഗം കിട്ടാൻ 4 യാ അല്ലാഹ്. നോമ്പ്, നിസ്കാരം, ഭർത്താവിനെ അനുസരിച്ചു, വ്യഭിചരിക്കാതെ കണ്ണും കാതും ശരീരവും സൂക്ഷിച്ചു, സ്വർഗം ഉറപ്പാണ്. അതുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പെണ്ണുങ്ങളെ നിങ്ങളുടെ നാവ് കൊണ്ട് നിങ്ങൾ നരകം വാങ്ങിച്ചു വെക്കല്ലിൻ. ഫഇന്നി റഅയ്തു അക്തറ അഹ്ലിഹ നിസാ ഞാൻ നരകം കാണിക്കപ്പെട്ടപ്പോൾ നരകത്തിൽ ഞാൻ കണ്ടത് ഒരുപാട് പെണ്ണുങ്ങളാണ്, സ്ത്രീകളാണ്. നമുക്ക് അറിയുന്ന ഹദീസല്ലേ. അവര് ചോദിച്ചു, എന്താണ് നബിയേ വലിമദാക യാ റസൂലല്ലാഹ്, തിരുനബിയേ അതിന്റെ കാരണം എന്താണ്? ഞങ്ങളുടെ മറുപടി എന്താ മറുപടി എന്നറിയോ? പെണ്ണുങ്ങൾ ധാരാളം ലഅനത്ത് വർദ്ധിപ്പിക്കുന്നവരാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നവരാണല്ലോ. ശപിക്കട്ടെ, നാശം കടട്ടെ, ഗുണം പിടിക്കാതിരിക്കട്ടെ എന്നൊക്കെ പുരുഷന്മാരെക്കാളും എമ്പാടും പറയുന്നത് പെണ്ണുങ്ങളാണ്. ശാപത്തിന്റെ വാക്കുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ പറഞ്ഞു, ഇപ്പൊ ഇന്നലെ മിനിഞ്ഞാന്ന് അവിടെ അബുദാബി റേഡിയോയിലെ ഒരു ലൈവ് ഡിസ്കഷൻ ടോപ്പിക് ഇതാണ്, എന്താ പെണ്ണുങ്ങൾ ഇങ്ങനെ ഏറ്റവും കൂടുതൽ ലഅനത്തിന്റെ വാക്കുകൾ ഉപയോഗിക്കുന്നത് എന്ന്. പെണ്ണുങ്ങളാണ് കൂടുതൽ. ശപിക്കട്ടെ. ഒരു അറബി ഇങ്ങനെ പറയുന്നുണ്ട്, ഷാർജയിൽ നിന്ന് വിളിച്ചിട്ട്, ഞാൻ അറിയുന്ന ഒരു സ്ത്രീ തൻ്റെ മകനോട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, നീ പോയിട്ട് നിന്റെ കാർ റോഡിൽ മറിഞ്ഞ് വീണ് നീ മരിച്ചു എന്ന വാർത്ത എനിക്ക് കേൾക്കണം, അതാണ് എൻ്റെ ആഗ്രഹം. പറഞ്ഞ് വായെടുത്തു, അസറാവുമ്പോഴേക്കും മരിച്ചു എന്നുള്ള വാർത്ത കേട്ടു. അതിൻ്റെ പ്രസൻറ്റർ അത്ഭുതപ്പെട്ട് പറയാം, പടച്ചോനെ ഇങ്ങനെയൊക്കെ പെണ്ണുങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ശാപം പറയാൻ പറ്റുന്നുണ്ടല്ലോ. നമ്മുടെ നാട്ടിലെ പെണ്ണുങ്ങളൊന്നും അത്രക്കൊന്നും പറയുന്നില്ല എന്നാണ് തോന്നുന്നു, അറബി പെണ്ണുങ്ങൾ പറയണ പോലെയൊന്നും. എന്നാൽ അങ്ങോട്ടൊന്നും എത്തല്ലേ. നിങ്ങൾ ശാപം വർദ്ധിപ്പിക്കുന്നുണ്ട്. ഭർത്താവിനോട് നിങ്ങൾ നന്ദികേട് കാണിക്കുന്നുണ്ടല്ലോ. അവര് ചോദിച്ചു, നബിയേ എന്ത് നന്ദികേടാണ് ഞങ്ങൾ കാണിക്കുന്നത്? സ്വാഭാവികം ചോദിക്കാലോ. ഇസ്തിഫ്സാർ എന്നാ പറയാ, ഇസ്തിബിയാൻ, വിശദീകരണം എന്തിന് നബി, എന്താണ് ഞങ്ങളാ നന്ദികേട് എന്നങ്ങ് പറഞ്ഞല്ലോ, എന്താണെന്നറിയോ? നരകം നിങ്ങൾ വാങ്ങിച്ചു കൂട്ടാൻ കാരണം നിങ്ങൾ ചെയ്യുന്ന നന്ദികേടെന്ന് പറയുന്നത്, ഇൻ അഹ്സന ഇലൈകുന്ന ദഹറ കുല്ലഹു, കാലം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി അധ്വാനിക്കുകയും നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്തിട്ട് ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് ചെയ്തു തരാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തഖുല്ല, നിങ്ങൾ പറയാറുണ്ടല്ലോ, മാ റഅയ്തു മിൻക ഖൈറൻ ഖത്തു, നിങ്ങളിൽ നിന്ന് യാതൊരു നന്മയും ഞാൻ കണ്ടിട്ടില്ലെന്ന് നിങ്ങൾ പറയാറില്ലേ? ഒരു കാര്യം ചെയ്തു തരാൻ കഴിയാതിരിക്കുമ്പോഴേക്കും ഇത് നിങ്ങൾ ചെയ്യുന്ന നന്ദികേടല്ലേ? എല്ലാ സൽക്കാരത്തിനും ഡ്രസ്സ് വേണം പറയും. പിന്നെ എത്രയാ ടെക്സ്റ്റൈൽസുകാരുണ്ടാക്കുന്ന ലാഭം എന്നറിയോ? നമ്മൾ ഇതൊക്കെ കൊണ്ടുപോയി കൊട്ടണോ? നമുക്ക് കഴിഞ്ഞ 2 മാസം മുമ്പ് ഒരു സദ്യക്ക് പോയ ആ ഡ്രസ്സ് തന്നെ പോരാ. ഓരോന്നിനും ഓരോന്നെ വേണം. അത് മറ്റൊരു കണ്ടുപോയില്ലേ?
ഇങ്ങനെയൊക്കെ ജീവിക്കാൻ മുസ്ലിമീങ്ങൾക്ക് പാടുണ്ടോ? ഇസ്രാഫല്ലേ, ധൂർത്തല്ലേ അതൊക്കെ? അങ്ങനെ പറഞ്ഞാൽ എന്നെങ്കിലും ഒരു കാര്യം ഞാൻ ചോദിച്ചിട്ട് നിങ്ങൾ എനിക്ക് ചെയ്തു തന്നിട്ടുണ്ടോ എന്ന ചോദ്യം ചോദിക്കുന്ന പെണ്ണുങ്ങൾ. മലലാരണ്യത്തിൽ പ്രവാസികളായി ചെന്ന് അധ്വാനിച്ച് വീട് വെച്ച് സ്വന്തം കുടുംബത്തെ അഭിമാനത്തോടെ ജീവിക്കാൻ അനുവദിച്ചിട്ട് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണ്, എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുന്ന പെണ്ണ് അല്ലേ? വ്യഭിചാരം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ചെറുപ്പക്കാരൻ വീട് വാതിൽക്കൽ വന്നിട്ടോ അല്ലാതെയോ ഫോണിലൂടെയോ തന്റെ സോഷ്യൽ മീഡിയകളിലൂടെയോ ഇടപെട്ടുകൊണ്ട് സ്നേഹം നടിച്ച് നല്ല സ്നേഹത്തിന്റെ പഞ്ചാര വാക്കുകൾ പറയുമ്പോ എന്റെ ഭർത്താവ് എന്നോട് ഒരിക്കൽ പോലും സ്നേഹത്തിന്റെ വാക്ക് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ധിക്കാരം പറഞ്ഞ് കണ്ടവന്റെ കൂടെ ഇറങ്ങിപ്പോകുന്ന പെണ്ണെ, ഇതൊക്കെ നരകമാണ് നീ വലിച്ചുകൊണ്ട് വരുന്നത് എന്ന് മനസ്സിലാക്കിക്കോ. തക്ഫുർനൽ അശീറ, എത്രയോ സമ്പാദിച്ചു കൊണ്ടുവന്നിട്ട് എത്രയോ സമയങ്ങൾ നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിട്ട് ഒരുമിച്ച് ജീവിക്കുന്ന ഒരു ഭർത്താവിനെ പോലെയാണോ എന്നെങ്കിലും ഒരു 5 മിനിറ്റ് പ്രേമം നടിക്കുന്ന ചെറുപ്പക്കാരൻ? ഈ പ്രേമം നടിക്കുന്നവരെ കൂടെ കല്യാണം കഴിച്ച് ചേർന്നാൽ മരിക്കണവരെ സല്ലാപമായിരിക്കുമോ ജീവിതം? ജീവിതം യാഥാർത്ഥ്യം മറ്റൊന്നല്ലേ? എന്റെ ഭർത്താവ് എന്നെ സ്നേഹിച്ചില്ല എന്ന് പറഞ്ഞ് എത്രയോ നല്ല ഭർത്താക്കന്മാർ അധ്വാനിച്ച വീടുകൾക്കുള്ളിൽ വ്യഭിചാരം നടത്തുന്ന പെണ്ണെ, നരകം നീ വലിച്ചുകൊണ്ടുവരുന്നത് തക്ഫുർനൽ അശീർ, നിന്റെ ഭർത്താവിനോട് നന്ദികേട് ചെയ്തതിന്റെ പേരിലാണ്. ഫഇന്നി റഅയ്തു അക്സറ അഹ്ലിഹൻ നിസാ, എത്രയോ നല്ല വാക്ക് പറഞ്ഞ ഭർത്താവിനോടാണ് നിങ്ങൾ എന്നോട് സ്നേഹപ്പെട്ടിട്ടില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സ്നേഹം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് സുഖം തന്നില്ലല്ലോ എന്ന് പറയുന്നത്, നിങ്ങൾ എനിക്ക് വാങ്ങിച്ചു തന്നില്ലല്ലോ എന്ന് പറയുന്നത്. എപ്പോഴും താഴത്തേക്ക് നോക്കണേ, എപ്പോഴും താഴേക്കിടയിലേക്ക് നോക്കണേ. മേലോട്ട് നോക്കല്ലിൻ, മേലോട്ട് നോക്കല്ലിൻ. ആണിനോടും പെണ്ണിനോടും അള്ളാഹുവിന്റെ കൽപ്പനയാണത്. അള്ളാഹു ചെയ്ത നിഅമത്ത്. ഒറ്റ വീട്ടിൽ ഒരു റൂമുള്ള പുരയിൽ കഴിയുന്ന പെണ്ണും ആണും കുടുംബവും ചിന്തിക്കേണ്ടത്, യാ അല്ലാഹ്, അങ്ങാടി തെരുവുകളിൽ ഒരു റൂം പോലും ഇല്ലാതെ കിടക്കുന്നവരുണ്ടല്ലോ എന്ന് ചിന്തിക്കണം. എനിക്ക് റൂം 3 എണ്ണമില്ലല്ലോ എന്നല്ല ചിന്തിക്കേണ്ടത്. അങ്ങാടി തെരുവുകളിൽ കിടക്കുന്നവർ ചിന്തിക്കണം, പടച്ചവനെ, നിന്റെ ആകാശലോകം മേലെയും നിന്റെ ഭൂമി ഞങ്ങൾക്ക് വിരിപ്പുമായി സുന്ദരമായി കാറ്റുകൊണ്ട് കടക്കാൻ എനിക്ക് സാധിക്കുന്നുവല്ലോ. ഒരു 5 സെന്റ് ഭൂമി എനിക്കില്ലെങ്കിലും എത്രയോ ആളുകൾ ആശുപത്രി കിടക്കകളിൽ വേദന കൊണ്ട് പൊളയുകയാണല്ലോ പടച്ചവനെ, എനിക്കതൊന്നും വന്നിട്ടില്ലല്ലോ. താഴേക്ക് നോക്കിൻ, താഴേക്ക് നോക്കിൻ. വദാലിക അജ്ദറു അല്ലാ തസ്ദറു റഹ്മത റബ്ബിക്കും, അല്ലാഹുവിന്റെ റഹ്മത്ത് നിങ്ങൾ നിസ്സാരമായി കാണാതിരിക്കുക, അത് ആവശ്യമാണ്. മഹാനായ ശഖീഖുൽ ബൽഖിയിൽ നിന്ന് 33 വർഷം കൊണ്ട് പഠിച്ചെടുത്ത സൽക്കർമ്മങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കെ അവർ പറഞ്ഞു, ഞാൻ പഠിച്ചത് ഇതാണ്, ഇന്നശ്ശൈത്വാന ലക്കും അദുവൻ ഫത്തഖിദൂഹു അദുവാ. മനുഷ്യനെ നശിപ്പിക്കുന്ന വാക്കുകൾ വരാതെ, നാശത്തിന്റെ പദപ്രയോഗങ്ങളില്ലാതെ, ശത്രുതയുടെ വാക്കുകളോ വിചാരങ്ങളോ ഇല്ലാതെ സ്നേഹപ്പെടാൻ ഞാൻ പഠിച്ചു. മനുഷ്യരോട് സ്നേഹം, മനുഷ്യരോട് മുഴുവനും സ്നേഹം. ശത്രുത പിശാചിനോട് മാത്രം. പിശാചാണ് അള്ളാഹുവിൽ നിന്ന് എന്നെ അകറ്റിയത്, പിശാചാണ് ബഹുദൈവത്തിലേക്ക് എന്നെ കൊണ്ടുപോയത്, പിശാചാണ് വ്യഭിചാരത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മദ്യപാനത്തിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് മയക്കുമരുന്നിലേക്ക് എന്നെ വിളിച്ചത്, പിശാചാണ് എന്റെ കുടുംബം തകർത്ത് കളയത്തക്ക വാക്കുകൾ എന്നെ കൊണ്ട് പറയിപ്പിച്ചത്. ഫത്തഖിദൂഹു അദുവാ, അതുകൊണ്ട് പിശാച് എന്റെ ശത്രു, മനുഷ്യരാരും എന്റെ ശത്രുവല്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. ശഖീഖുൽ ബൽഖി എന്ന ലോകപ്രസിദ്ധനായ ഗുരുവിനോട് ലോകപ്രസിദ്ധനായ ശിഷ്യൻ ഹാത്തിമുൽ അസ്വം റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കുകളാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അവസാനത്തിന്റെ മുന്നോടിയായി പറഞ്ഞു, നദറതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരിലേക്ക് നോക്കുമ്പോ ഓരോരുത്തരും യതുലുബു ഹാദിഹിൽ കിസ്റ, അന്നമന്വേഷിച്ച് നടക്കുകയാണ്, റൊട്ടി കഷ്ണം അന്വേഷിച്ച് നടക്കുകയാണ് എല്ലാവരും. ഫയുദില്ലു ഫീഹാ നഫ്സഹു, ജോലി അന്വേഷിച്ച് നടന്ന മനുഷ്യൻ നിസ്സാരനാവുന്നുണ്ട്, നിസ്സാരത വരുന്നുണ്ട്. വയുദ്ഖിലു ഫീഹാ മാ ലാ യഹില്ലു ലഹ്, ഒരിക്കലും ഹലാലല്ലാത്തത്, ഒരിക്കലും അല്ലാഹു അനുവദിക്കാത്തത് മനുഷ്യൻ തിന്നാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. ഭക്ഷണത്തിന്റെ പിന്നാലെ ഓടുകയാണ് മനുഷ്യൻ, എന്നിട്ട് ഹലാലല്ലാത്തത് കഴിക്കുന്നുണ്ട്. ഭക്ഷണം കിട്ടുമോ എന്നന്വേഷിച്ച് മനുഷ്യൻ ബേജാറിലാണ്, മനുഷ്യൻ പരിഭ്രാന്തിയിലാണ്.
അപ്പോഴാണ് ഞാൻ അല്ലാഹുവിന്റെ വചനം കാണാനിടയാവുന്നത്. വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ വമാ മിൻ ദാബത്തിൻ ഫിൽ അർളി ഇല്ലാ അലല്ലാഹി റിസ്ഖുഹാ. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തിട്ടില്ലാത്ത ഒരു ജീവിയുമില്ലല്ലോ. ഞാൻ ഓർത്തുപോയി, ആ ജീവി എന്ന് പറഞ്ഞതിൽ ഞാനുമുണ്ടല്ലോ. പിന്നെ എന്തിനു ഞാൻ ടെൻഷൻ അടിക്കണം? എന്തിനു ഞാൻ വിഷമിക്കണം? എന്റെ ഭക്ഷണം എന്റെ സൃഷ്ടാവ് ഏറ്റെടുത്തില്ലേ? ഇബ്രാഹിം നബി അലൈഹിസ്സലാം അതിഥികളെ സൽക്കരിക്കുന്ന മഹാനാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം. മുശ്രിക്കായ ഒരു മനുഷ്യന് ഭക്ഷണം കൊടുക്കാൻ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് ബഹുദൈവ ആരാധകനാണെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞയച്ചു വിട്ടപ്പോ ഇബ്രാഹിം നബിയോട് അല്ലാഹു ശാസിച്ചില്ലയോ? ഇബ്രാഹിം നബിയെ, 60-ലേറെ വർഷമായി ആ മനുഷ്യന് ഞാൻ ഭക്ഷണം കൊടുക്കുന്നു, അയാൾ അവിശ്വാസിയായിരിക്കെ തന്നെ, എന്നിട്ട് വിശ്വാസിയായി നിങ്ങൾക്ക് ഒരു നേരം ഭക്ഷണം കൊടുക്കാൻ സാധിച്ചില്ലയോ ഇബ്രാഹിം? അല്ലാഹു അവനനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും ഭക്ഷണം കൊടുക്കുന്ന ലോകമാണിത്. അതുകൊണ്ട് അല്ലാഹുവിന്റെ പേര് റഹ്മാൻ. അനുസരിച്ചവർക്കും അനുസരിക്കാത്തവർക്കും അല്ലാഹു ഭക്ഷണം കൊടുക്കും. പിന്നെ മുഅ്മിൻ ഇവിടെ പേടിക്കണോ? മുഅ്മിൻ ഭയപ്പെടണോ? എന്തേ ചെയ്യേണ്ടത്? ഇന്നല്ലാഹ ലയുഹിബ്ബുൽ അക്ല ഫയുഹ്മദു അലൈഹാ. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മി ചൊല്ലി തിന്നൽ അല്ലാഹുവിന് ഇഷ്ടമാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയുന്നത് അല്ലാഹുവിന് ഇഷ്ടമാണ്. വെള്ളം കുടിക്കുമ്പോ ഇരുന്നിട്ട് കുടിക്കുക, ഇറക്കുകളായി കുടിക്കുക, അല്പാൽപമായി കുടിക്കുക, വലത് കൈ കൊണ്ട് കുടിക്കുക, കഴിഞ്ഞിട്ട് അൽഹംദുലില്ലാഹ് എന്ന് പറയാ. ഇത് അല്ലാഹുവിന് ഇഷ്ടമാണ്. ഇന്നല്ലാഹ ലയുഹിബ്ബുശ് ശർബ ഫയുഹ്മദ അലൈഹാ. അല്ലാഹുവിന് അൽഹംദുലില്ലാഹ് ചൊല്ലി കുടിക്കുന്നതും അൽഹംദുലില്ലാഹ് പറഞ്ഞ് ഭക്ഷണം കഴിക്കുന്നതും അല്ലാഹുവിന് ഇഷ്ടമാണ്. തുടക്കത്തിൽ ബിസ്മില്ലാഹ്, അവസാനം ഒരു അൽഹംദുലില്ലാഹ്. ഭക്ഷണം അല്ലാഹു ഏറ്റെടുത്തിട്ടില്ലേ? കുറ്റം പറയാതിരിക്കുക. ഒരു ഭക്ഷണവും നബി തങ്ങൾ കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ അവിടെ നിന്ന് തിന്നും, തങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ തിന്നാതെ വെക്കും, കുറ്റം പറയൂല. ഉമ്മമാർ, നമ്മുടെ സഹോദരിമാർ ചെയ്യുന്ന അധ്വാനം വലുതല്ലേ? അടുക്കളകൾ അവർ ജോലി ചെയ്യുന്നത്, ഭക്ഷണം പാകം ചെയ്തു കൊണ്ടുവരുന്നത്, എത്ര മണിക്കൂറുകൾ എടുക്കുന്ന അധ്വാനമാണ്. 5 മിനിറ്റ് കൊണ്ട് നമ്മൾ ഭക്ഷണം കഴിച്ചു തീർക്കുന്നത്. എത്ര മണിക്കൂറുകൾ! അതിനിടയ്ക്ക് കുഞ്ഞ് കരയുന്നു കാണും, കുഞ്ഞിന് ഭക്ഷണം കൊടുക്കണം, കുഞ്ഞിനെ ഉറക്കണം, കുട്ടികളെ സ്കൂളിൽ പറഞ്ഞയക്കണം. ഇതിന്റെ കിടക്കാണ് വിരുന്നുകാർ വരാൻ പോകുന്നത്. അങ്ങനെ കഷ്ടപ്പെട്ട് ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞ് ഒരൽപ്പം ഉപ്പേറുമ്പോഴേക്കോ മധുരമേറുമ്പോഴേക്കോ മുഖത്തേക്ക് നന്ദികേടിന്റെ വാക്ക് പറയാതെ, വിഷമിപ്പിക്കുന്ന വാക്കുകൾ പറയാതെ, ഭർത്താക്കന്മാരെ, വീട്ടുകാരെ, ഭക്ഷണം അല്ലാഹുവിന്റെ റസൂൽ ഭക്ഷണത്തെ ബഹുമാനിച്ചിട്ടുണ്ട്. കുറ്റം പറഞ്ഞിട്ടില്ല. അല്ലാഹു ഭക്ഷണം ഏറ്റെടുത്തില്ലേ? ആ ഭക്ഷണത്തിൽ പൊരുത്തപ്പെടുക. സുബഹി നിസ്കാരം കഴിഞ്ഞ് അവിടുത്തെ ഭാര്യമാരുടെ വീടിന്റെ മുമ്പിലൂടെ വരുമ്പോ നബിതങ്ങൾ ചോദിച്ചു, ഹൽ ഇൻദകും ശൈഉൻ, കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോ? പറഞ്ഞു, ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല. ഞാൻ ഈ ഹദീത്ത് ആലോചിച്ചു, പടച്ചോനെ, നമ്മുടെ നാട്ടിലൊക്കെയാണെങ്കിൽ എന്തായിരിക്കും പറയാം? രാവിലെ പള്ളി നിസ്കാരമൊക്കെ കഴിഞ്ഞ് നല്ല എന്താ ഒന്നുമില്ല, എന്തായിരിക്കും നമ്മുടെ റെസ്പോൺസ്? നമ്മൾ ചോദിക്കൂലേ, എന്തേ ഇല്ലാഞ്ഞത്? അല്ലേ? ഇല്ലെങ്കിൽ ഇന്നലെ പറയണ്ടേ, മിനിഞ്ഞാന്ന് പറയായിരുന്നില്ലേ, ഞാൻ കൊണ്ടുവരില്ലായിരുന്നോ, ഇപ്പോഴാണോ പറയുന്നത്? നമ്മൾ ചോദിക്കും. കാരുണ്യത്തിന്റെ റഹ്മത്തുൽ ലിൽ ആലമീൻ ഈ സംഭവത്തിനെ എങ്ങനെയാണ് നബി തങ്ങൾ സ്വീകരിച്ചത്? തങ്ങൾ എങ്ങനെ സ്വീകരിച്ചു നോക്കി? എങ്ങനെയാ സ്വീകരിച്ചത്? ഒന്നുമില്ല. ശരി, അടുത്ത വീട്ടിൽ എന്തെങ്കിലും ഉണ്ടോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പറഞ്ഞയച്ചു. അവിടുത്തെ ഭാര്യമാരുണ്ട്. അവിടെ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല. എല്ലാരും പറഞ്ഞു, ഇന്ന് നാശ്തക്ക് ഒന്നുമില്ല, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഇല്ല, ഇന്നത്തെ ഫാസ്റ്റ് ബ്രേക്ക് ചെയ്യാൻ പറ്റൂല. അതല്ല ബ്രേക്ക്ഫാസ്റ്റ്. ഇന്ന് ത്രൂ ഔട്ട് ദ ഡേ കണ്ടിന്യൂ ഫാസ്റ്റിംഗ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്ത് നോമ്പിന്റെ മസ്അല പഠിപ്പിച്ചു തന്നത് ഈ സംഭവത്തിലല്ലേ? എന്തെങ്കിലും കഴിക്കാനുണ്ടോ? ഒന്നുമില്ല. എല്ലാരും പറഞ്ഞു ഒന്നുമില്ല.
ഇദൻ അന സ്വായിമുൻ, എന്നാൽ ഞാൻ സുന്നത്ത് നോമ്പെടുക്കുകയാണെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ രാവിലെ നേരത്തെ പട്ടിണിയുടെ ഭാരം മാത്രമല്ല, ഇനി പകലന്തിയോളം അല്ലാഹുവിന് വേണ്ടി പട്ടിണി കിടക്കാൻ ഞാൻ തീരുമാനിച്ചു. സുന്നത്ത് നോമ്പെടുക്കുന്ന പക്ഷം സുബ്ഹി നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ നോമ്പ് മുറിയുന്ന ഒരു കാര്യവും ചെയ്തിട്ടില്ലെങ്കിൽ, നിസ്കാരം നല്ല ഫജ്ർ, സുബ്ഹിയാകുന്ന നേരം മുതൽ ഫജ്ർ മുതൽ നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചയ്ക്ക് മുമ്പ് നിയ്യത്ത് വെച്ചാലും സുന്നത്ത് നോമ്പ് കിട്ടും. ഈ മസ്അല കിട്ടിയത് വിശന്ന് നടന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടുകാരോട് പ്രശ്നമുണ്ടാക്കാതെ ഞാൻ എന്റെ നോമ്പ് നോൽക്കുകയാണെന്ന് പറഞ്ഞപ്പോഴാണ്. അത്ഭുതല്ലേ? ഒരു പെണ്ണ്, അമുസ്ലിമായ ഒരു പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിനെ കാണാൻ വന്ന് വിറച്ചിങ്ങനെ നിൽക്കുമ്പോൾ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ എന്തിന് വിറക്കണം? ഞാൻ അള്ളാഹുവിന്റെ ദൂതരാണ്, ശരി തന്നെ, പക്ഷേ നിങ്ങൾ ഇങ്ങനെ എന്നെ കണ്ട് പേടിക്കേണ്ടതുണ്ടോ? ഇന്നമാ അന ഇബ്നും റഅത്തിൻ കാനത് തഅകുലുൽ ഖദീദ്, ഉണക്കറൊട്ടി തിന്നിരുന്ന ഒരു പെണ്ണിന്റെ മോനാണ് ഞാൻ. ആരാണ് ആ ഉമ്മ? ആമിനത്ത് ബിൻതു വഹബ് റളിയല്ലാഹു അൻഹാ. എന്റെ ഉമ്മ ആമിന ബീവി ഉണങ്ങിയ റൊട്ടി കഷ്ണം തിന്നവരായിരുന്നു. അവരുടെ മോനാണ് ഞാനെന്ന് മുത്ത് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾക്കൊരു ഉണങ്ങിയ റൊട്ടി കഷ്ണം കിട്ടി. തങ്ങൾ ചോദിച്ചു, ഹല്ലഹു മിൻ ഇദാം, കറിയുണ്ടോ? ഈ ഉണങ്ങിയ റൊട്ടി ഒന്ന് നനച്ചെടുക്കാൻ കറിയുണ്ടോന്നായി ചോദിക്കുന്നത്. അവർ പറഞ്ഞു, ഇല്ല നബിയേ, ഒന്നുമില്ല, കറിയില്ല. നമ്മൾ എത്ര ഐറ്റം കറിയാ കഴിക്കണത്? യാ അല്ലാ, എങ്ങനെ നമ്മളൊക്കെ അല്ലാഹുവിന്റെ മുമ്പിൽ സുമ്മല തുസ്അലുന്ന യൗമഇദിൻ അനിൻ നഈം, നിങ്ങൾക്ക് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നാളെ ചോദ്യമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞാൽ എങ്ങനെ റബ്ബേ ഒരു നേരത്തെ ഭക്ഷണത്തിന് നമ്മൾ അള്ളാഹുവിനോട് എങ്ങനെ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയാൻ? അള്ളാഹുവിനെ നമ്മൾ ശുക്ർ ചെയ്തിട്ടുണ്ടോ? അള്ളാഹു നമ്മെ ശാക്കിരീങ്ങളാക്കട്ടെ, ശുക്ർ ചെയ്യുന്നവരാക്കി തരട്ടെ. കറിയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഭാര്യ കൊടുത്തയച്ചു ഒരൽപ്പം ഖല്ല് എന്ന് പറഞ്ഞാൽ വിനെഗർ, സുർക്ക കൊടുത്തയച്ചു. എന്താ സുർക്കൻ്റെ? നമ്മൾ വിചാരിക്കും അച്ചാറിടാനായിരിക്കും കൊണ്ടിരിക്കുകയെന്നല്ലേ. റൊട്ടി നനക്കാനുള്ള വെള്ളമായിട്ട് കറിയായിട്ട് കൊണ്ടുകൊടുത്തതാ ഖല്ല്. സുർക്ക കിട്ടിയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ, നമ്മുടെ നേതാവ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഏത് പട്ടിണി പാവമായി ജീവിക്കുന്ന ലോകത്തെ ഏത് മനുഷ്യനും മാതൃകയുള്ള റസൂലാണിത്. ആ സുർക്കയിലേക്ക് ഉണങ്ങിയ വായ കൊണ്ട് കടിച്ചിട്ട് പൊട്ടാത്ത റൊട്ടി കഷ്ണം ആ സുർക്കയിലേക്ക് വെച്ചിട്ട് നിബിതങ്ങൾ വായിലേക്ക് കൊണ്ടുപോകുമ്പോൾ പറഞ്ഞ വാക്ക് നിഅമൽ ഖല്ലു വൽ ഇദാം, നിഅമൽ ഖല്ലു വൽ ഇദാം. ഈ സുർക്ക എന്തൊരു നല്ല കറിയാണ്, ഇത് എന്തൊരു നല്ല കറിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളതിനെ കറി എന്ന് വിളിക്കോ? ഭക്ഷണത്തോട് അവിടുന്ന് കാണിച്ച മര്യാദ ഇങ്ങനെയാണ്. അവിടുന്ന് ഒരിക്കലും കുറ്റം പറഞ്ഞിട്ടില്ല. وما من دابة في الأرض إلا على الله رزقها. എന്റെ വായയിലൂടെ കടന്നു പോകേണ്ടത് എന്താണെന്ന് അള്ളാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭക്ഷണത്തിന് നന്ദി ചെയ്യാനല്ലാതെ ഞാൻ എന്തിനതിനെ കുറിച്ച് ടെൻഷൻ അടിക്കണം? അതുകൊണ്ട് ഞാൻ എന്റെ വിഷയം അള്ളാഹുവിനെ ഏൽപ്പിക്കുകയും അള്ളാഹു എന്റെ ഭക്ഷണം ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അവൻ എന്നോട് ചെയ്യാൻ പറഞ്ഞത് ഞാൻ ചെയ്യാൻ തുടങ്ങി. ഞാൻ ഭക്ഷണം തേടിപ്പിടിച്ച് ടെൻഷൻ അടിക്കണ്ടല്ലോ. അധ്വാനിക്കണം, അത് വേണ്ടല്ലെന്നായി പറഞ്ഞത്. അധ്വാനിക്കണം, തവക്കുൽ ചെയ്യണം. തവാക്കുലല്ല, തവക്കുൽ എന്ന് പറഞ്ഞാൽ അല്ലാഹു ചെയ്തു തരട്ടെ എന്ന് വിചാരിച്ചിരിക്കുക. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഖദ് അലിംതും അന്ന സമാഅ ലാ തുംതിറു ദഹബൻ വലാ ഫിദ്ദ. ആകാശത്ത് സ്വർണ്ണവും വെള്ളിയും ഇറങ്ങൂല, നിങ്ങൾക്കറിയില്ലേ? യഅമലു, ജോലി ചെയ്യണം. ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല, പക്ഷേ എന്റെ വിഷയം അല്ലാഹു ഏറ്റെടുത്തിട്ടുണ്ടല്ലോ, ഞാൻ അധ്വാനിക്കാൻ, അല്ലാഹു എന്നെ കുഴക്കൂല, ഞാൻ അല്ലാഹു ശുക്ർ ചെയ്യട്ടെ. ഹാത്തിമുൽ അസ്വം. അവസാനത്തേത് ഞാൻ പഠിച്ചെടുത്തത് ഷഖീഖുൽ ബൽഖി റഹ്മത്തുള്ളാഹി അലൈഹിയോട് അരുമ ശിഷ്യൻ ഹാത്തിമുൽ അസ്വം. നദർതു ഇലാ ഹാദൽ ഖൽഖ്, ഞാൻ മനുഷ്യരെങ്ങനെ നോക്കുമ്പോ ഫറഅയ്തുഹും കുല്ലഹും മുതവക്കലീന അലാ മഖ്ലൂഖ്, ഓരോരുത്തരും ഓരോ ആളുകളെ ആശ്രയിച്ചു കഴിയുന്നുണ്ട്. ചില ആളുകൾ അവന്റെ കൃഷിയിടം, പഠിച്ചോനെ എന്റെ കൃഷിയിടം. അഖാർ ഇന്ന് റിയൽ എസ്റ്റേറ്റിനാ പറയാം, അറബിയിൽ അഖാർ എന്ന് പറഞ്ഞാൽ റിയൽ എസ്റ്റേറ്റ് എന്താ. അപ്പൊ ഇന്നത്തെ കോൺസെപ്റ്റിൽ എങ്ങനെയാണ്? പഠിച്ചോനെ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടല്ലോ, കുഴപ്പമില്ല,
റിലൈ ചെയ്യാണ്. അവന്റെ റിലയൻസ്, തവക്കുൽ സ്ഥലത്തോട്, വരുമാനത്തോട്. വഹാദാ അലാ തിജാറതിഹി, ചിലർ അവന്റെ കച്ചവടത്തിന്റെ മേൽ. വഹാദാ അലാ സുനാതിഹി, ചിലർ അവരുടെ ഫാക്ടറി. വഹാദാ അലാ സുഹ്ഹതി ബദനിഹി, ചിലർ പറയും എനിക്ക് ആരോഗ്യമുണ്ടല്ലോ. ഓരോരുത്തരും ഓരോരുത്തരിലേക്ക് കാര്യങ്ങൾ ഏൽപ്പിക്കുന്നുണ്ട്. ചിലർ പറയും ബാങ്കിലുണ്ടല്ലോ, പണമുണ്ടല്ലോ, പൈസയുണ്ടല്ലോ, കച്ചവടമുണ്ടല്ലോ. ഫറജഅതു ഇലാ ഖൗലിഹി തആല, അങ്ങനെയാണ് പരിശുദ്ധ ഖുർആനിലെ സൂറത്തു ത്വലാഖിലേക്ക് ഞാൻ നോക്കുമ്പോൾ വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു വമൻ യതവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബുഹു, ആരാണോ അല്ലാഹുവിലേക്ക് കാര്യങ്ങൾ ഭരമേൽപ്പിക്കുന്നത് അവരുടെ കാര്യങ്ങൾ ഏറ്റെടുക്കാൻ അല്ലാഹു മതിയായവനാണല്ലോ.